ഇതുപോലൊരു ചമ്മന്തി തയ്യാറാക്കി കഴിച്ചിട്ടുണ്ടോ? ഈ ചമ്മന്തി ഉണ്ടെങ്കിൽ ചോറിന് പിന്നെ വേറെ കറിയൊന്നുമില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഒരു പാത്രം സ്റ്റവിൽ വെച്ച് ചൂടാകുമ്പോൾ അതിലേക്ക് 3 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് 15 അല്ലി വെളുത്തുള്ളിയും കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 2 സവാളയും 2 തക്കാളിയും ചെറുതാക്കി അരിഞ്ഞത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. എന്നിട്ട് കുറച്ച് സമയം നമുക്കിതൊന്ന് മൂടി വെച്ച് കൊടുക്കാം. ഒരു ചെറിയ കഷ്ണം പുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. വാളംപുളിയാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത്. മൂടി വെച്ചതൊക്കെ ഒന്ന് തുറന്നു നോക്കി തക്കാളിയും സവാളയും ഒന്നുകൂടി വഴറ്റിയെടുക്കാം. ഇതിലിട്ട് കൊടുത്ത വെള്ളുള്ളിയൊക്കെ നല്ലതുപോലെ സോഫ്റ്റ് ആയിട്ടുണ്ട്. അത് തവി വെച്ചൊന്ന് ഉടച്ചു കൊടുക്കാം. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയും 1/2 ടേബിൾ സ്പൂൺ കുത്തിപ്പൊടിച്ച മുളക് പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരല്പം മാത്രം മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ ഉപ്പും ചേർത്ത് കൊടുക്കാം. ഉപ്പും മുളക് പൊടിയൊക്കെ ആദ്യം കുറച്ച് ചേർത്ത് കൊടുക്കുക. പിന്നീട് കുറവുണ്ടെന്ന് തോന്നിയാൽ ഇതുപോലെ ചേർത്ത് കൊടുത്താൽ മതി. തക്കാളിയും സവാളയൊക്കെ നല്ലതുപോലെ ഉടഞ്ഞു ചേർന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പിഴിഞ്ഞു വെച്ച് പുളി ചേർത്ത് കൊടുക്കാം. പുളി ഞാനിതുപോലെ 2 പ്രാവശ്യമായിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. നല്ല രുചിയുള്ള ഒരു തക്കാളി ചമ്മന്തി വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. എല്ലാവരും ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ പറയാൻ മറക്കുക.